നമസ്കാരം. ഈ വർഷത്തെ ഓണം UDF സർക്കാരും സപ്ലൈകോയും തൂക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 20 ദിവസം കൊണ്ട് 210 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോ വഴി നടന്നിരിക്കുന്നത്. അതുപോലെ 28 ലക്ഷം ആൾക്കാരാണ് സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ ഓണക്കാലത്തും അല്ലാതെയും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് സപ്ലൈകോ. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ നമ്മുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ വഴി എല്ലാ സാധനങ്ങൾക്കും വില കുറച്ചുകൊണ്ട് സാധനങ്ങൾ സുലഭമായി സർക്കാർ ലഭ്യമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോയുടെ പല റാക്കുകളും ഒഴിഞ്ഞു കിടന്നെങ്കിൽ ഈ പ്രാവശ്യം എല്ലാ റാക്കുകളിലും സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ വർഷത്തെ വിലയും ഈ വർഷത്തെ വിലയും തമ്മിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. കഴിഞ്ഞ വർഷം പയറിന് 90 രൂപ എന്നത് ഇപ്പോൾ 85 രൂപയാണ്. അതായത് 5 രൂപ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഉഴുന്നിന്റെ വില 90 രൂപ എന്നത് 87 രൂപയായി കുറച്ചിട്ടുണ്ട്. 3 രൂപ കുറഞ്ഞിട്ടുണ്ട്. കടലയ്ക്ക് 65 രൂപ എന്നത് 63 രൂപയാണ് സർക്കാർ കുറച്ചിരിക്കുന്നത്. വൻപയറിന്റെ വില കഴിഞ്ഞ വർഷം 70 രൂപ എന്നത് ഈ വർഷം 68 രൂപയാണ്. വെളിച്ചെണ്ണ വിലയാണ് ഏറ്റവും കൂടുതൽ കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന വെളിച്ചെണ്ണ കഴിഞ്ഞ വർഷം 330 രൂപ എന്നത് ഈ വർഷം 229 രൂപയായി ആണ് സർക്കാർ കുറച്ചിരിക്കുന്നത്. അതായത് 100 രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. സപ്ലൈകോയുടെ സാധാരണ ഔട്ട്ലെറ്റുകളിൽ നിന്നും സാധനങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ പ്രധാന നഗരങ്ങളിൽ സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം വിലക്കുറവിന്റെ ഓണം എന്നതിനേക്കാൾ ഉപരി 2 മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കാം എന്ന പ്രത്യേകതയും ഈ ഓണത്തിനുണ്ട്.